മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെയധികം ആത്മാഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് ഇന്ന് മാതാ അമൃതാനന്ദമയിയെക്കുറിച്ചുള്ള ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തികൾ ചതിയും വഞ്ചനയും അധർമ്മവും അനീതിയും അന്യായവുമില്ലാതെ നന്മ ചെയ്യുന്ന വ്യക്തികൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും മറ്റുള്ളവരെ അറിയിക്കുന്ന കർമ്മത്തിൽ നിരന്തരം വ്യാപൃതരായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. മാതാ അമൃതാനന്ദമയിയുടെ ഒരു ശിഷ്യ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ കുറേ കാലം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ അമ്മയെക്കുറിച്ചും അമ്മയുടെ കൂട്ടത്തിലുള്ള വ്യക്തികളെക്കുറിച്ചും ശിഷ്യന്മാരെക്കുറിച്ചും അതുപോലെ ആശ്രമത്തെക്കുറിച്ചുമെല്ലാം വളരെ വികൃതമായിട്ടും വികലമായിട്ടും അവരുടെ അനുഭവമാണ് എന്ന അർത്ഥം വരത്തക്ക വിധത്തിൽ എഴുതി ഒരു പുസ്തകം വിദേശത്ത് പ്രസിദ്ധീകരിച്ചു അത്രേ. അവർ ഓസ്ട്രേലിയക്കാരിയാണെന്ന് തോന്നുന്നു. അവരപ്രകാരം ചെയ്തത് സ്വാഭാവികം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകമെമ്പാടും ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോപ്പും ആ പോപ്പിൻ്റെ ശിഷ്യഗണങ്ങളായി ലോകം മുഴുവനും പ്രവർത്തിക്കുന്ന മിഷണറിമാരും ലക്ഷക്കണക്കിന് മിഷണറിമാരും അതുപോലെ തന്നെ അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും കന്യാസ്ത്രീകളുമെല്ലാം അടങ്ങുന്ന ഒരു വലിയ വ്യൂഹം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നു. അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം 2050 ഭൂഗോളം ക്രിസ്ത്യാനികളുടേതാക്കി മാറ്റുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ജനത ഏത് കാര്യത്തിലാണോ ഈ മതപരിവർത്തനത്തിന് ഒപ്പം നിൽക്കാത്തത് അല്ലെങ്കിൽ എതിരെ നിൽക്കുന്നത് അവരെ ഏത് രീതിയിലായാലും നശിപ്പിക്കുക, മാനസികമോ ശാരീരികമോ സാമൂഹികമോ മനഃശാസ്ത്രപരമോ സാമ്പത്തികമോ അല്ലെങ്കിൽ ദേശീയമോ തലത്തിൽ നശിപ്പിക്കുക എന്നുള്ളത് ക്രൈസ്തവ മിഷണറിമാരുടെ ലക്ഷ്യവുമാണ് മാർഗവുമാണ്. ക്രൈസ്തവ രാജ്യങ്ങളുടെയും ലക്ഷ്യവുമാണ് മാർഗവുമാണ്. അതിന് അവർക്ക് ആരെയെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുമോ അവരെയെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും അവർക്കറിയാം. അങ്ങനെ ആയിരിക്കണം അമ്മയുടെ ശിഷ്യ എന്ന് പറയപ്പെടുന്ന സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിച്ചത്. സ്വാഭാവികമായിട്ടും ആ പുസ്തകം വിദേശത്ത് പ്രകാശനം ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഭാരതത്തിൽ കേരളത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഏതോ പ്രകൃതിയുടെ നിയതി എന്ന ആ ഉജ്ജ്വലമായ ധാർമ്മിക ഹസ്തം അത് പ്രകാശനം ചെയ്ത് മണിക്കൂറുകൾക്കകം
അത് പിൻവലിക്കുകയുണ്ടായി. പ്രസാധകർ തന്നെ ആ മണിക്കൂറുകൾക്കകം അതിനെ പിൻവലിപ്പിക്കാൻ ഒരു ഗവൺമെന്റും ഇടപെട്ടിട്ടില്ല, ഒരു അധികാരിയും ഇടപെട്ടിട്ടില്ല. അത് ചെയ്തവരുടെ തന്നെ കുറ്റബോധം കൊണ്ടും അതിനകത്തുള്ളത് അസത്യവും അന്യായവുമായ ഒരു ശരിക്ക് ബ്ലണ്ട് നെഗറ്റീവ് വിവരണങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ലോകത്തിൽ ഒരിടത്തും നിരോധിക്കപ്പെടാത്ത ആ പുസ്തകം പിൻവലിച്ചത്. ആ പുസ്തകത്തിൻ്റെ കോളിളക്കം സൃഷ്ടിച്ചത് പിണറായി വിജയന്റെ തലയിൽ മാത്രമാണ്. ഇറാഖിലെ ജനത കൊടും ക്രൂരനും പതിനായിരക്കണക്കിന് യുവാക്കളെ വയറ്റിൽ ടൈം ബോംബ് വെച്ച് കൊന്നതുമായ സദ്ദാം ഹുസൈനെ കൊലക്കയറിനിട്ട് കൊന്നപ്പോൾ അന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ തലയിൽ മാത്രമാണ് കേരളത്തിലെ ഹർത്താൽ ആചരിക്കാനുള്ള ആഹ്വാനം നൽകണമെന്ന കുബുദ്ധി തോന്നിയത്. മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് അതേ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ ആശ്രമങ്ങളെ എല്ലാം ഗവൺമെന്റ് നിരീക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ അമൃതാനന്ദമയിയുടെ വാർത്ത മീഡിയ വണ്ണില് വളരെ വിപുലമായിട്ട് വന്നു. ഇന്ത്യ വിഷൻ അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിച്ചു. രണ്ടും കാറ്റത്ത് പറന്നു പോകുന്ന പതിരു പോലെ ആരെയും സ്വാധീനിക്കാതെ അത് ഇല്ലാതെയായി. ഒന്നുമില്ലാത്തതിനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാൻ കഴിവുള്ള മാധ്യമങ്ങളിൽ മറ്റ് ഇലക്ട്രോണിക് മീഡിയ ഒന്നും തന്നെ ഈ ഇന്ത്യ വിഷനും മീഡിയ വണ്ണും ചെയ്തതുപോലെ ചെയ്തില്ല. മീഡിയ വൺ ഒരു മുസ്ലിം മാധ്യമമാണ്. പട്ട മുസ്ലിങ്ങളുടേതായതുകൊണ്ട് അവരത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്ത്യ വിഷൻ എന്തിനാ ഇത് ചെയ്തത്? സെൻസേഷണൽ ആക്കി, അതൊരു വലിയ വാർത്തയാക്കി, ഒരു വലിയ നന്മ ചെയ്യുന്ന വ്യക്തിയെയും പ്രസ്ഥാനത്തെയും ഇല്ലാതെയാക്കാൻ ഇവർക്ക് ഏത് ചേതോവികാരമാണ് കാരണമായതെന്ന് അത്ഭുതം തോന്നാറുണ്ട്. ഏതായാലും അഭിമാനപൂരിതമായ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, മറ്റുള്ളവരതൊരു വാർത്തയായിട്ട് കൊടുത്തു എങ്കിലും സെൻസേഷണൽ ആക്കിയില്ല. ആക്കിയാലും ഒരുപക്ഷെ കേരളം അത് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. കേരളം അത് സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം 2-3 ദിവസം 4-5 ദിവസം അമൃതാനന്ദമയി കോഴിക്കോട് ഉണ്ടായിരുന്നു, അതിനുശേഷം പാലക്കാട് ഉണ്ടായിരുന്നു, അതിനുശേഷം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. 3 സ്ഥലത്തും അവരെ കാണാൻ ഞാൻ പോവേണ്ടായില്ല. ഞാൻ അല്ലെങ്കിലും പോവാറില്ല. പക്ഷേ അവിടെ നിന്നെല്ലാം മാതൃഭൂമിയിലും മനോരമയിലും കേരള കൗമുദിയിലും അമ്മയുടെ വരവും അമ്മയ്ക്ക് ലഭിച്ച സ്വീകരണവും അമ്മ കൊടുത്ത സന്ദേശവും സത്യത്തില് ഹൃദയസ്പർശിയായിട്ട് ഒന്നാമത്തെ പേജിൽ തന്നെ കേരളത്തിലെ 2 പ്രശസ്തമായ ദേശീയ ദിനപത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും കൊടുത്തു. മനോരമയിൽ നിന്ന് ഒരു പക്ഷേ തിരിച്ച് പ്രതീക്ഷിക്കാമോ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചവരുണ്ടാവാം, പ്രതീക്ഷിക്കാമോ എന്ന് സംശയിക്കുന്നവരുണ്ടാവാം. ആ മനോരമ പോലും അതിഗംഭീരമായിട്ടുള്ള ടൈറ്റിലോട് കൂടിയാണ് അമ്മയുടെ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയായിരിക്കും കുറച്ചും കൂടി നല്ലത്. മാതൃഭൂമി ശരിക്കും അമ്മയെ ജനങ്ങളോട് അടുപ്പിക്കാൻ തന്നെ, വളരെ അമ്മയെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ തന്നെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയുണ്ടായി.
അവരുടെ വാർത്തകളും ചിത്രങ്ങളും അത്ഭുതകരമായിരുന്നു, അതീവ ഹൃദ്യമായിരുന്നു, സത്യസന്ധമായിരുന്നു. അമ്മയെ കാണാൻ വന്ന വ്യക്തികളുടെ നിര തന്നെ മനോരമയും കുറേയൊക്കെ മാതൃഭൂമിയും കുറേയൊക്കെ മനോരമയും കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ഞാനിവിടെ പറയാൻ കാരണം, ഈ അമൃതാനന്ദമയി എന്ന എനിക്ക് തോന്നുന്ന ഒരു പ്രതിഭാസം എന്തെല്ലാം അവഹേളനങ്ങൾ നേരിട്ടിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത് എന്ന് ഒരു മുക്കുവ കുടുംബത്തില്, ശാസ്ത്രമണ്ഡലത്തിലെ ഡോക്ടർ APJ അബ്ദുൽ കലാമും ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആത്മീയ മണ്ഡലത്തില് മുക്കുവ കുടുംബത്തിൽ ജനിച്ച രണ്ടാമത്തെ ആളാണ് അമൃതാനന്ദമയി. ഒന്നാമത്തെ ആള് വേദങ്ങൾ 4 പകുത്ത് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും എഴുതിയ വേദവ്യാസനും മത്സ്യഗന്ധിയുടെ പുത്രനായിരുന്നു. അതുപോലെ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ ഓലക്കൂരയിൽ ജനിച്ച് അവിടെ നിന്ന് വളർന്ന് ഒരു വ്യക്തിയുടെയും സപ്പോർട്ടില്ലാതെ സ്വയം ആത്മീയമായിട്ടുയർന്ന് ലോകത്തെ വേദനിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യക്തികളെ അവനവൻ്റെ തന്നെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്ന് ഒരു MBAയും MTechഉം MBBSഉം ഇല്ലാതെ അനുയായികളെ ആത്മീയതയുടെയും പ്രായോഗിക ആത്മീയതയുടെയും വഴിയിലൂടെ നടത്തിച്ച് ഇത്രയും വലിയ ഒരു വിദ്യാഭ്യാസ സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ ശരിക്ക് കൈരളി ചാനലിലെ ബ്രിട്ടാസ് ഒരു ചോദ്യം അമ്മയോട് ചോദിക്കുകയുണ്ടായി. അമ്മയ്ക്ക് ഇതിനൊക്കെ ഉള്ള പൈസ എവിടെ നിന്നാ കിട്ടുന്നത്? ഇത്രയും സ്കൂളും ഇത്രയും കോളേജുകളും എല്ലാം സ്ഥാപിക്കാൻ എത്ര കോടി രൂപയാ വേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിന് അമ്മ ഉത്തരം പറയുകയുണ്ടായി. വളരെ ഭംഗിയായിട്ടുള്ള ഉത്തരം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കും ലാലു പ്രസാദ് യാദവിനും മോഡിക്കും ഒന്നും പറയാൻ പറ്റാത്ത ഉത്തരം 3ാം ക്ലാസ് പഠിച്ച മുക്കുവ കുടുംബത്തിൽ ജനിച്ച അമ്മ മറുപടി പറയുകയുണ്ടായി. മക്കളെ, അമ്മയ്ക്ക് അതിവിപുലമായിട്ടുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കണമെന്ന ആഗ്രഹമില്ല. ഓലക്കുടിലില് ആധുനികവും പുരാതനവുമായ നന്മ നിറഞ്ഞ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം. പഴയ ഗുരുകുല സമ്പ്രദായത്തില് വിദ്യാഭ്യാസം നൽകണമെന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ആ വിദ്യാലയത്തിനും അതുപോലെ സ്ഥാപനത്തിനും അംഗീകാരം നൽകണമെങ്കിൽ ആ വിദ്യാലയത്തിൽ ഇത്രയും നീളവും വീതിയുമുള്ള മുറികൾ വേണമെന്നും അവിടെ ലാബറട്ടറി വേണമെന്നും അവിടെ അത്യന്താധുനിക സൗകര്യങ്ങൾ ഉണ്ടായാലേ NOC തരുള്ളൂ എന്നും അടിവരയിട്ട് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം നേടാൻ ആവശ്യമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്, എൻ്റെ ആവശ്യമല്ല എന്ന് അമ്മ പറയുകയുണ്ടായി. മാത്രമല്ല അമ്മ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഉള്ളവരിൽ നിന്ന് മേടിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് സത്യമല്ലേ? ഇത് ആർക്കെങ്കിലും ലോകത്തിൽ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടത്തണമെങ്കിലോ അന്നദാനം നടത്തണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളോ അനാഥാലയമോ നടത്തണമെങ്കിലോ അവർക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ. അവരവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ആ പൈസയും പലരിൽ നിന്നും വന്ന പൈസയല്ലേ ഇത്? അവനവന് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ അവനവൻ തന്നെത്താനെ അടിച്ചു വിതരണം ചെയ്യുന്ന ഒരവസ്ഥയിൽ ഏതെങ്കിലും സംഘടനയുണ്ടെങ്കിൽ അവർക്ക് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാതെ പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ തന്നെത്താനെ ആവശ്യമായിട്ടുള്ള നോട്ട് അടിക്കാൻ പറ്റാത്തിടത്തോളം കാലം ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ചില്ലാത്തവർക്ക് കൊടുത്തു. അത് അമ്മ ചെയ്തിട്ടുണ്ട്. സുനാമി ജപ്പാനിൽ അടിച്ചപ്പോൾ
ആ ജപ്പാനിലെ 25,000 വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പൈസ അമ്മ കൊടുത്തിട്ടുണ്ട്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാജ്യമാണ്. അവിടെ സുനാമി അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിൽ സഹായം എത്തിച്ചത് UNO-നെക്കാളും കൂടുതൽ അമ്മയാണ്. മുസ്ലിം രാജ്യമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയൊന്നുമില്ല. ശ്രീലങ്കൻ ഗവൺമെൻറ് അമ്മയെ നേരിട്ട് വന്ന് കണ്ട് സുനാമിയുടെ ആ വേദന തുടച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോഴും അമ്മ അവിടെ പോയിട്ടുണ്ട്. ഏത് രാജ്യത്ത് പോകുമ്പോഴും അവിടെ വേദനിക്കുന്നവർക്ക് സഹായിക്കുന്നുണ്ട്, വിശക്കുന്നവർക്ക്, രോഗികൾക്ക് സഹായിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ചില്ലാത്തവരിലേക്ക് കൊടുക്കുന്നു. ഈ പിണറായി വിജയനോ VS അച്യുതാനന്ദനോ പന്ന്യൻ രവീന്ദ്രനോ വിചാരിച്ചാൽ ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ചില്ലാത്തവർക്ക് ബക്കറ്റ് പിരിവും ഭീഷണിയും ഇല്ലാതെ കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കണം. താനാണ് ഈ രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് രക്ഷാമാർച്ച് നടത്തുന്ന ആ വ്യക്തിയെ കാണാൻ എത്ര പേര് വന്നിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10-15 സമരങ്ങൾ ചീറ്റിപ്പോയിട്ട് ആ ചീറ്റിപ്പോയത് പോലും വിജയമാണെന്ന് പറഞ്ഞ് തലയ്ക്ക് സുഖമില്ലാത്ത വിധത്തിൽ പറഞ്ഞു നടക്കുന്ന ഈ മഹാരഥന്മാരെ കാണാൻ പാർട്ടി പ്രവർത്തകരുടെ ഭീഷണി ഇല്ലെങ്കിൽ എത്ര അനുയായികൾ വരും? ഏതായാലും ഈ കോഴിക്കോട് നടന്ന മാതാ അമൃതാനന്ദമയിയുടെ സന്ദർശനത്തെക്കുറിച്ച് പൂർണ്ണ വിവരണം ശേഖരിച്ചു. അതുപോലെ പാലക്കാട് എൻ്റേതായിട്ടുള്ള പരിപാടികൾക്ക് വേണ്ടി അമ്മ വരുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് പോയുമില്ല, എവിടെയാ പരിപാടി നടക്കുന്നത് എന്ന് അന്വേഷിച്ചു ഇല്ലെങ്കിലും പാലക്കാട് എൻ്റേതായിട്ടുള്ള പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പത്രമാധ്യമങ്ങളിൽ വായിക്കുകയും തിരുവനന്തപുരത്ത് ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ മുമ്പിലത്തെ ദിവസവുമായിട്ട് അമ്മയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നവരുടെ വാഹന നിരകൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് പാപ്പനംകോട് നിന്ന് ഈ കൈമനം ആശ്രമം വഴിക്ക് തിരുവനന്തപുരം ടൗണിലേക്ക് പോവേണ്ടത്. അപ്പോൾ അപ്പോഴും കണ്ടു, കഴിഞ്ഞ അനവധി വർഷങ്ങളായി അമ്മ കേരളത്തിലെ ഏത് സ്ഥലത്തേക്ക് വരികയാണെങ്കിലും അസാധാരണമാം വിധത്തിലുള്ള പരസ്യങ്ങളും പബ്ലിസിറ്റികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് അസാധാരണമായിട്ടുള്ള ഫ്ലക്സും പരസ്യങ്ങളും പബ്ലിസിറ്റികളും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ 3 സ്ഥലത്തും പബ്ലിസിറ്റിയും ഫ്ലക്സുകളും വളരെ 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 കുറവായിരുന്നു. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ലേറ്റായിട്ടാണ് ആ പബ്ലിസിറ്റി നടത്തിയത്. എന്നിട്ടും 3 സ്ഥലത്ത് നിന്നും മാതൃഭൂമി എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, പല വരികളിലൂടെ അഭൂതപൂർവമായ തിരക്കായിരുന്നു അമ്മയെ കാണാൻ തിരുവനന്തപുരത്തും പാലക്കാടും കോഴിക്കോടും. അഭൂതപൂർവമായ തിരക്കെന്ന് മാത്രമല്ല, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലായിരുന്നു. പാതിരാത്രി കഴിഞ്ഞിട്ടും ആശ്രമം ശബ്ദപ്രകാശമുഖരിതമായിരുന്നു, ചൈതന്യവത്തായിരുന്നു. ജനങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുന്നത്. എത്ര പേര് പിണറായി വിജയൻ ഇങ്ങനെ വന്നാൽ ഈ ക്യൂവിൽ നിന്ന് പിണറായി വിജയൻ്റെ മുമ്പിൽ വന്നൊന്ന് തൊഴും. അവനവൻ്റെ പാർട്ടിയിലുള്ള അച്യുതാനന്ദനെ പോലും പടിയടച്ച് പിണ്ണം വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്തിനാ അമൃതാനന്ദമയ്യെയും സായിബാബയെയും മാത്രം അവഹേളിക്കുന്നത്? ഒരു നാണവുമില്ലാതെ വളരെ വികൃതമായ ഭാഷയിൽ വൃത്തികേട് താമരശ്ശേരി ബിഷപ്പിനെ പറഞ്ഞ ആ നാണം പോലും ഇല്ലാതെ ആ ബിഷപ്പിൻ്റെ അവിടെ ചെല്ലാൻ ചങ്കൂറ്റം കാണിച്ചപ്പോൾ പലപ്പോഴും പറയേണ്ടി വരും ചിലർക്ക് ചില സ്ഥലത്ത് ആൽമരം മുളച്ചാൽ അതും തണലാണെന്ന്. തനി തീവ്രവാദികളായ കുറേ BJP-കാരെയും കൊലയും നടത്തിയ BJP-കാരെയും അതുപോലെ തന്നെ ഉള്ള NDF-കാരെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതും അടുത്ത ഇലക്ഷന് കുറച്ച് സീറ്റ് വാരാൻ വേണ്ടിയല്ലേ? എന്തിനാ ഇപ്പോൾ സായിബാബയും അമൃതാനന്ദമയ്യും അവഹേളിക്കുന്നത്? കുറേ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കൂട്ട് കിട്ടുമെന്ന് ധരിച്ചിട്ടാണെങ്കിൽ പിണറായി വിജയൻ സാറെ, നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന ഹിന്ദുക്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ ഹിന്ദു യുവാവിനെയും CPM-ലും DYFI-ലും പ്രവർത്തിക്കുന്നവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒന്ന് പുനർവിചിന്തനം ചെയ്യണം.
ഈ ഹിന്ദുവിനെ മാത്രം അവഹേളിക്കുക, ഹിന്ദുവിനെ മാത്രം അപകീർത്തിപ്പെടുത്തുക, ഹിന്ദുക്കളെ മാത്രം നെഗറ്റീവായിട്ട് കൊണ്ടുവരിക, സ്വയം ഒരു ഹിന്ദു ആയിട്ടും ആ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടി അടുത്ത ഇലക്ഷൻ എങ്ങനെയെങ്കിലും ജീവവായു നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ആ മരണപ്പാച്ചിലില് മാതാ മൃദാനന്ദമയെ സായിബാബയെയും അതുപോലെ ആത്മീയത കച്ചവടം നടത്തുന്നു എന്ന് ശ്രീ രവിശങ്കറിനെ അവഹേളിച്ച പിണറായി വിജയൻ സാറെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒത്തിരി ഹിന്ദുക്കള് സ്വയം ഹിന്ദുക്കളാണെന്നറിഞ്ഞ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ അവര് ഗത്യന്തരമില്ലാതെ ഇപ്രാവശ്യവും കൂടി മാർക്സിസ്റ്റ് പാർട്ടിയിലെ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യുമായിരിക്കാം. പക്ഷേ അവര് നിങ്ങൾ പറയുന്ന ഇസത്തിന് വേണ്ടിയല്ല, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ പഴയ ത്യാഗത്തിൻ്റെ ഒരു ബഹിസ്ഫുരണം എന്ന രീതിയിൽ ഒരു പക്ഷേ ഇപ്രാവശ്യവും കൂടി വോട്ട് ചെയ്തേക്കാം. അവരാർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഒരു സത്യമുണ്ട്, നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ആ ഭീഷണി സ്വരത്തിലുള്ള അപകീർത്തികരമായ വാക്കുകൾ സ്വന്തം കൂട്ടത്തിലുണ്ടായിരുന്നവരെ പോലും വധിക്കാൻ ശ്രമിച്ചുവോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന ആ ഗവൺമെന്റിനെ പോലും അന്വേഷണം പാടില്ല എന്ന് ആക്രോശിക്കുന്നവര്, മറ്റെല്ലാത്തിനും അന്വേഷണം വേണം, സോളാർ ഇതിന് അന്വേഷണം വേണം, അതുപോലെ ബാക്കി എല്ലാത്തിനും അന്വേഷണം വേണം, TP ചന്ദ്രശേഖരനെ കൊന്നതിന് മാത്രം അന്വേഷണം പാടില്ല. ഈ കേരളത്തിലെ ജനങ്ങള് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ചോറല്ലേ തിന്നുന്നേ, അല്ലെങ്കിൽ അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്, വേറെ എന്തെങ്കിലും ആണോ കഴിക്കുന്നത്? ഇവർക്കൊക്കെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ മനസ്സിലും ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് 87-ാമത്തെയോ 88-ാമത്തെയോ വയസ്സിൽ കുറേയെങ്കിലും ന്യായീകരണം തോന്നുന്ന വിധത്തിൽ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾക്ക് ഇന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ ഏറെ മാന്യതയും ബഹുമാന്യതയും ലോകം കൊടുക്കുന്നു. എന്തുകൊണ്ട്? സത്യം, ധർമ്മം, നീതി, ന്യായം അതേ ലോകത്തിൽ നിലനിൽക്കുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ താമരശ്ശേരി ബിഷപ്പും കർദിനാളിനുള്ള സ്വീകരണവും കുറേ NDF-കാരെയും ടെററിസ്റ്റുകളായ BJP-കാരെയും എങ്ങനെയാണോ ഈ പാർട്ടിയിൽ അംഗത്വം കൊടുത്ത് ആ പാർട്ടി ഇന്ന് വരെ പറഞ്ഞിരിക്കുന്നതിന് 7 അയൽവക്കത്ത് പോലും വരാത്ത വിധത്തിൽ ഒരു പാർട്ടിയുടെ അന്തകനായി തന്നെ തീരാൻ ചിലർക്ക് പ്രകൃതി ജന്മം നൽകിയത് വളരെ വളരെ സുചിന്തിതമായിട്ട് കേരള ജനത അറിയുന്നുണ്ട്, വളരെ സുചിന്തിതമായിട്ട് കേരള ജനത അറിയുന്നുണ്ട്. അതൊന്ന് നിങ്ങളും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമൃതാനന്ദമയി അല്ലെങ്കിൽ സായിബാബ അല്ലെങ്കിൽ ശ്രീ രവിശങ്കർ ഇവര് ഈ ലോകത്തിൽ നിലനിൽക്കേണ്ടവരാണെങ്കിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അവർ നിലനിൽക്കേണ്ടാത്തവരാണെങ്കിൽ കാലചക്രവും പ്രകൃതിയും അവരെ ഈ ഭൂമുഖത്ത് നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. അങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അറിയണം. ബംഗാളിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തു, രാജസ്ഥാനിലുണ്ടായിരുന്ന 2 സീറ്റും ഇല്ലാണ്ടായി, തമിഴ്നാട്ടിലെ ജയലളിതയുമായിട്ട് യോജിച്ച് ജയലളിത ADMKയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. റഷ്യയിൽ ഇന്ന് കമ്മ്യൂണിസം എന്ന് കേട്ടാൽ അറപ്പാണ്. ചൈനയിൽ കമ്മ്യൂണിസം എന്ന പേരിൽ ക്യാപിറ്റലിസം അല്ലാണ്ട് വേറെ ഒന്നും നടക്കുന്നില്ല. ഉത്തര കൊറിയയുടെ അധപ്പതനം, അതുപോലെ തന്നെ ദക്ഷിണ ജർമ്മനിയുടെ അധപ്പതനം, അതുപോലെ പോളണ്ടിൻ്റെയും ക്യൂബയുടെയുമെല്ലാം സർവനാശം കണ്ട ലോകത്തിന് കമ്മ്യൂണിസം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല KR ഗൗരിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തക, വേദം കത്തിച്ച അമ്മച്ചി അന്ത്യത്തിൽ നാരീപൂജയ്ക്ക് ചെന്ന് ചക്കുളത്തുകാവിലിരുന്നു. EK നായനാർ ഭഗവത്ഗീതയാണ് പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത്. അതുപോലെ തന്നെ പാൽക്കുളങ്ങരയിൽ താമസിക്കുന്ന അതിപ്രഗത്ഭനായ
മാർക്സിസ്റ്റ് പാർട്ടി ചിന്തകൻ, അദ്ദേഹം സായിബാബയുടെ പുട്ടപർത്തിയിൽ ചെന്ന് പറയുകയുണ്ടായി, ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം ഉള്ളത് എന്ന്. അദ്ദേഹത്തിനെയും പാർട്ടി പുറത്താക്കി. വളരെ ഭംഗിയായിട്ട് ക്യൂബയെക്കുറിച്ചും മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും മാത്രം എഴുതിയ ആ മഹാരഥൻ ഒറ്റയ്ക്ക് നടന്ന് ജീവിതാന്ത്യം വരെ ആ മനുഷ്യൻ കുറെ വേദനിച്ചു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും, അതുപോലെ തന്നെ അച്യുതാനന്ദൻ ആലപ്പുഴയിൽ ഒരു ക്ഷേത്രം സമൂഹത്തിന് കഴിഞ്ഞ മാസം സമർപ്പിച്ചത്, നിങ്ങളെല്ലാം മാറും, നിങ്ങളെല്ലാം മാറാതിരിക്കില്ല. ആ കമ്മ്യൂണിസം എന്നുള്ള സിദ്ധാന്തം ഇന്ന് ലോകത്തിലില്ല. കുറെ വോട്ട് പിടിക്കാനും ബക്കറ്റിൽ കാശ് കളക്ട് ചെയ്യാനും വേണ്ടി നടക്കുമ്പോൾ ഓർമ്മിക്കുക, ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന, സേവനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്നവരെ അവഹേളിക്കുമ്പോൾ ജീവിതാന്ത്യത്തിൽ വെള്ളമിറങ്ങാതെ മരിക്കേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞതിനെല്ലാം നിങ്ങൾ കരയേണ്ടി വരും. ഇതേപോലെയുള്ള ആരോഗ്യവും ഇതേപോലെയുള്ള വലിയ പടയും നിരകളുമെല്ലാം നിങ്ങളുടെ പുറകിൽ എന്നും ഉണ്ടാവുമെന്ന് ധരിക്കരുത്. എല്ലാവരോടും ചേർത്ത് പറയുകയാണ്, എല്ലാത്തിനും കാലചക്രം തിരിയുമ്പോൾ ആ നിലനിൽക്കേണ്ടതേ നിലനിൽക്കുള്ളൂ. നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതെല്ലാം ഈ ഭൂമുഖത്ത് നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. അത് എത്ര മഹാരഥന്മാരായ ഒസാമ ബിൻ ലാദൻ ആണെങ്കിലും, ഗദ്ദാഫി ആണെങ്കിലും, പോൾ പോട്ട് ആണെങ്കിലും, അതല്ല നമ്മുടെ സദ്ദാം ഹുസൈൻ ആണെങ്കിലും, വീരപ്പൻ ആണെങ്കിലും, കായംകുളം കൊച്ചുണ്ണി ആണെങ്കിലും, നിലനിൽക്കേണ്ടത് നിലനിൽക്കും. നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് വൈപ്പ് ഔട്ട് ചെയ്യും. അതിനെയൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ, കാലചക്രം തിരിയുമ്പോൾ, വാർദ്ധക്യത്തിൻ്റെ ശാരീരിക ക്ഷീണം വരുമ്പോൾ, കട്ടിലിൽ കിടക്കേണ്ടി വരുമ്പോൾ, അന്ന് ദൈവത്തിനെ ഓർക്കുമ്പോൾ, ഒരുപക്ഷെ ദൈവം ക്രിസ്ത്യൻ ദൈവത്തെ പോലെയും മുസ്ലിം ദൈവത്തെ പോലെയും ഹിന്ദു ദൈവം സംസാരിക്കില്ല. ആ ഹിന്ദു ദൈവത്തിന് ഒരു നിയമമുണ്ട്, അത് പ്രകൃതിയാണ്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. താൻ നിരന്തരം ചെയ്യിച്ച കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളും താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതാണ് സർ ഐസക് ന്യൂട്ടനും കണ്ടുപിടിച്ചത്. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction to be experienced by the actor എന്ന് തിരിച്ചറിയാൻ നിങ്ങളെ പോലെയുള്ളവർക്ക് സാധിക്കട്ടെ. പുല്ലിൻ്റെ വില പോലും നിങ്ങളുടെ അഭിപ്രായത്തിന് കേരള ജനത കൽപ്പിച്ചില്ല എന്നുള്ളതിന് തെളിവാണ് കോഴിക്കോടും പാലക്കാടും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മാതാ അമൃതാനന്ദമയിയെ കാണാൻ ജനകോടികൾ അല്ല ജനലക്ഷങ്ങൾ വന്നത്. അവര് ക്യൂവിൽ നിന്ന് യുവാക്കളും യുവതികളും അമ്മമാരും ഒരേ സ്വരത്തില് മാതാ അമൃതാനന്ദമയി ചെയ്യുന്ന ലോക സേവനത്തില് രാത്രിയും പകലും പങ്കെടുക്കുന്നത്. ഓരോ സ്ഥലത്തും സുനാമി വന്നപ്പോഴും, ഭൂമികുലുക്കം ഉണ്ടായപ്പോഴും, ഭക്ഷ്യക്ഷാമം വന്നപ്പോഴും അമ്മ സ്വന്തം കൈകൊണ്ടാണ് മറ്റുള്ളവരെ സഹായിച്ചത്. ആ അമ്മയെ അല്ല ഞാൻ ആരാധിക്കുന്നത്, അമ്മ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന, ജാതിയും മതവും ഇസവും വർഗവും വർണ്ണവും വ്യത്യാസമില്ലാതെ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ആ നന്മകളെങ്കിലും തിരിച്ചറിയാൻ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.